മുസ്ലിം വിശ്വാസികൾ ഗെറ്റ് റെഡി. ഇനി നിങ്ങൾ പറയുന്ന ഈ വാക്കുകൾ കണ്ട ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് സാധാരണ ഇത് പറയേണ്ടത് ഈ പച്ചക്കാരെ കാണുമ്പോൾ തന്നെ ദേഷ്യം പിടിക്കലാണ്. മാട്ടൂൽ സെൻട്രൽ ജമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയാണ്. ഇനിയിപ്പം 3 തുണിക്ക് 6000 രൂപ 8000 രൂപ എല്ലാം ആവും. അത്രയെല്ലാം ഭാരി പരട്ടിക്കഴിഞ്ഞാൽ അത്ര നല്ല വലിയ പൈസ വാങ്ങും ഇപ്പം മുക്കിരി. അങ്ങനെ താടിയില്ലാത്ത അലീഖാൻ്റെ അക്കൗണ്ടിലേക്കെല്ലാം പോവുക. പിന്നെ കബർ വയ്ക്കുന്ന ആൾ ആദ്യം പറഞ്ഞ് കബർ നമ്മൾ വെറുതെ കുഴിച്ചിട്ടുന്നതാണ്. പിന്നെ വീട്ടിലായിരിക്കോ കബർ വയ്ക്കാൻ പോയാലോ പുറത്തുനിന്ന് വിളിച്ച് പറഞ്ഞു പോലെ കബർ വയ്ക്കുന്ന പണിക്കാരൻ വന്നിട്ടാണ്. അപ്പോൾ സാധാരണ കബർ വയ്ക്കുന്ന ആൾ വീട്ടിൽ പോകുന്നത് കബറിൻ്റെ ആ മനുഷ്യൻ്റെ അളവെടുക്കാനാണ്. അപ്പോൾ ആ ചങ്ങായിക്ക് അത് പിടിച്ചിട്ടില്ല പോലും. എന്നിട്ട് അളവെടുത്തിട്ട് വന്നിട്ട് പൈസ വാങ്ങിയാന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇത് പറയാനും വേണ്ട ഒരാൾ. അപ്പോൾ ഈ വാക്കുണ്ട് ഇന്നാലില്ലാഹി, അത് നിങ്ങളെ മുന്നിൽ നിന്ന് ഒരു മരണം സംഭവിച്ചാൽ പറയേണ്ട വാക്കാണ്. അല്ലാത്ത സമയത്ത് പറയേണ്ട വാക്കല്ല, അത് വേറെ വാക്കാണ്. അപ്പോൾ പറയാനുള്ള മുക്കിരിക്ക് ഇപ്പോൾ പൈസ വേണം, എല്ലാവർക്കും പൈസ വേണം. എന്നിട്ട് കബറിക്കുന്നതിന് പാട്ടും പാടിയിട്ട് മരിക്കുന്നതും കണ്ടിരുന്നു. എന്നിട്ട് ഓൻ്റെ പൈസ വാങ്ങിനാകുമ്പോൾ അവൻ ചിലപ്പോൾ ഫ്രീ ആയിരിക്കും. അപ്പം പോയത് ബൈക്ക് അപകടത്തിൽ നിന്നാണ്. ബൈക്ക് അപകടത്തെ തുടർന്നെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ആൾക്കാർ പറഞ്ഞത് ഫുട്ബോൾ കളിക്കാൻ പോയത്, ചില ആൾ പറഞ്ഞത് കോളേജിൽ പോയത്. അപ്പം മുറ്റത്ത് മുല്ലക്ക് മണമില്ല എന്ന് പറയുന്നവൻ ആദ്യം തൂക്കിക്കൊല്ലണം. കാരണം എന്താണ്, ഫുട്ബോൾ കളിക്കാൻ പോയതാണെങ്കിൽ മാട്ടൂലെ സ്റ്റേഡിയം കൊണ്ട് കൊടുത്തതിന് മറ്റേ കമ്മ്യൂണിസത്തിനാണ്, ബ്ലോക്ക് പഞ്ചായത്ത് മാട്ടൂലെ സ്റ്റേഡിയം കൊണ്ട് കൊടുത്തിന് ബ്ലോക്ക് പഞ്ചായത്തിലെ കൊണ്ട് കൊടുത്തിന്. അത് പിന്നെ കമ്മ്യൂണിസം എന്ന് പോലും, അത് ഓർക്ക് പിന്നെ വിശ്വാസമില്ല എന്നാണ് പറഞ്ഞത്. ഇന്നൊന്ന് പെരിയാരം മെഡിക്കൽ കോളേജിൽ ഇന്ത്യൻ സിറ്റീസൺ ഉണ്ടായിന്. എന്നാൽ ആടില്ല ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ തലക്ക് പിടിച്ചൊന്നിനെ കണ്ടരം പറഞ്ഞതാണ്. നമുക്ക് ആ വിശ്വാസം മറ്റേ ദൈവവിശ്വാസമൊന്നുമില്ല. ഞാൻ ചോദിച്ചു കമ്മ്യൂണിസ്റ്റാ? ആ തന്നെ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിന് മുന്നേടേണ്ടതിന് 18 കൊല്ലം അബുദാബിയിലുണ്ടായിന്നാണ് പറഞ്ഞത്. അപ്പോൾ അബുദാബിയിൽ എന്നിട്ട് ഷേഖ് സായിദിനെ അറിയില്ല. ആകെ പ്രശ്നം. അപ്പോൾ പറയാനുള്ളത് ബൈക്ക് അപകടമായാലും എന്തായാലും ഇവരുടെ പാപങ്ങൾ പൊരുത്തപ്പെടട്ടെ, ഇവരെ പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. കാരണം ആർതെങ്കിൻ്റെ അടുത്ത സ്ഥലത്ത് ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അത് പറയണ്ടേ. ഇനി മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയുന്നതിന് തൂക്കിക്കൊല്ലാൻ തന്നെ വേണം. പിന്നെ ഇതുപോലത്തെ കപട വിശ്വാസികൾ കപട സ്നേഹികളെയും തൂക്കിക്കൊല്ലണം. ഇതാണ് ഇന്ത്യൻ സിറ്റിസൻ്റെ തീരുമാനം. അപ്പോൾ മാറ്റങ്ങൾ വരണം. മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ തൂക്കിക്കൊല്ലൽ നടക്കും, പ്രശ്നോട്ട.